1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ട്? ഉത്തരം 25. ഏറ്റവും ചെറിയ അഖണ്ഡസംഖ്യ ഏത്? ഉത്തരം 0. ഇവിടെ ഒരു സംഖ്യ തന്നിരിക്കുന്നുണ്ട്. സംഖ്യയെ 9 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ എയുടെ സ്ഥാനത്തെ അക്കം എന്ത്? ഉത്തരം 6. അവിടെയുള്ള സംഖ്യകൾ എല്ലാം കൂട്ടുമ്പോൾ 39 കിട്ടുന്നുണ്ട്. അപ്പം എയും കൂടി കൂട്ടിയാൽ 9ൻ്റെ ഏതെങ്കിലും ഒരു ഗുണിതമായിരിക്കണം. 39ൻ്റെ അടുത്തുള്ള ഗുണിതം 45. 45 കിട്ടാൻ 6 കൂട്ടണം. അതുകൊണ്ട് അതിൽ 6 ശരി ഉത്തരം. 18 സ്ക്വയർ മൈനസ് 17 സ്ക്വയർ. ഉത്തരം 35. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണ വർഗം അല്ലാത്തത് ഏത്? ഒരു പൂർണ്ണ വർഗസംഖ്യയുടെ അക്കത്തുക എന്ന് പറയുന്നത് 1, 4, 9, 7 ഇവയിലൊന്നായിരിക്കും. ഇവിടെ തന്ന സംഖ്യകൾ നമ്മൾ കൂട്ടി നോക്കിയാൽ ആദ്യത്തെ സംഖ്യ 7 കിട്ടുന്നു. രണ്ടാമത്തെ സംഖ്യയുടെ അക്കത്തുക 11, അത് 2 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക 132 ആണ്. അവരുടെ വയസ്സുകളുടെ അംശബന്ധം 7:4 ആണ്. എങ്കിൽ അച്ഛനും മകനേക്കാൾ എത്ര വയസ്സ് കൂടുതലാണ്? ഇവിടെ അച്ഛൻ്റെ വയസ്സ് 84ഉം മകൻ്റെ വയസ്സ് 48ഉം ആണ്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ ആൻസർ 36. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തോട് രണ്ടാമത്തെ എണ്ണൽ സംഖ്യ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത്? ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒരു സംഖ്യ മാത്രമേ ഒരു പൂർണ്ണവർഗമായിട്ടുള്ളൂ. തുടർച്ചയായി 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലത്തോടെ രണ്ടാമത്തെ എണ്ണൽ സംഖ്യ കൂട്ടിയാൽ കിട്ടുന്നത് ഒരു പൂർണ്ണ വർഗമായിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ 225 ആണ്. n ഒരു എണ്ണൽ സംഖ്യ ആയാൽ ചുവടെയുള്ളവയിൽ എല്ലായ്പ്പോഴും ഇരട്ടസംഖ്യ ആകുന്നത് ഏത്? ഓപ്ഷൻ എ 2n+2, ഓപ്ഷൻ ബി n+1, ഓപ്ഷൻ സി n+2, ഓപ്ഷൻ ഡി 2n+1. ഉത്തരം 2n+2. ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം 20 ആണെങ്കിൽ ആകെ കുട്ടികൾ എത്ര? ആകെ കുട്ടികളുടെ 40% പെൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി 50. ഒരു രണ്ടക്ക സംഖ്യയും അക്കങ്ങൾ തിരിച്ചെഴുതി കിട്ടുന്ന സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയുടെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ എ ഇരട്ടസംഖ്യ ആയിരിക്കും. ഓപ്ഷൻ ബി 3ൻ്റെ ഗുണിതമാണ്. ഓപ്ഷൻ സി ഒറ്റസംഖ്യ ആണ്. ഓപ്ഷൻ ഡി 11ൻ്റെ ഗുണിതമാണ്. ഉത്തരം ഓപ്ഷൻ ഡി 11ൻ്റെ ഗുണിതമാണ്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം. ഇവിടെ ഒരു പാറ്റേൺ തന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത സംഖ്യ ഏത്? ഉത്തരം അറിയുന്നവർ കമൻറ്റിൽ രേഖപ്പെടുത്തണേ.